പാർപ്പിടം നഷ്ടപ്പെട്ടവരെ അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്താല് വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളിൽ നിന്ന് വീട് വിട്ട് അനാഥരെ പോലെ അന്യാധീനപ്പെട്ട് അഭയം പ്രാപിച്ചവരുടെ മേൽ കരുണ ചൊരിയണമേ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുവാൻ അവരോട് കരുണ കാണിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഉടമ്പടി ധ്യാനമാണ്. കണ്ണീരിൻ്റെ കാലത്ത് ഒത്തിരിയേറെ മക്കള് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. തങ്ങളുടെ തളർച്ചയിലെ ഒക്കെ താങ്ങണമേ എന്ന് കർത്താവിനോട് കണ്ണീരോടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് ഇപ്പോഴ് അമ്മയുടെ മധ്യസ്ഥത്തിൽ ആരാധ്യനായ ഈശോയോട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, ഇനിയും അങ്ങയുടെ കാരുണ്യം ലഭിക്കേണ്ട മേഖലകൾ, രോഗസൗഖ്യത്തിന്റെ മേഖലകൾ, പഠന മുന്നേറ്റത്തിന്റെ മേഖലകൾ, ഒരു സ്ഥിരതയുടെ മേഖലകൾ, പാർപ്പിട സജ്ജീകരണങ്ങളുടെ മേഖലകൾ, പരീക്ഷാ വിജയത്തിന്റെ മേഖലകള്, വ്യവഹാരങ്ങള്, അതിന്റെ വിജയങ്ങള്, നീതി നടത്തിപ്പ്, ജീവനോപാധികള്, ജീവിത മാർഗങ്ങള്, വ്യവസായ മാർഗങ്ങള്, വ്യാപാര മാർഗങ്ങള്, യാത്രകള്, എല്ലാത്തിന്റെ മേലും ആരാധ്യനെ അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്താൽ ആശീർവദിക്കണം. തകർച്ചകളെ, വിവാഹം ഒത്തുവരാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്തവര്, വിവാഹ വ്യവഹാരങ്ങൾ കഴിയുന്നവര്, കുടുംബ തകർച്ചയിലേക്ക് പോകാൻ പോകുന്നവര്, കുഞ്ഞുങ്ങൾ അനാഥമാകുന്നവര്, ആ കുടുംബങ്ങളോടെല്ലാം, ആ വിവാഹ്യ ബന്ധങ്ങളോടെല്ലാം ആ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവര്, ആ മേഖലകളിലെല്ലാം കർത്താവിന്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ. എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് മോശമാണെന്ന് സ്വന്തമായിട്ട് അറിയാവുന്നവരെ, കണ്ണീരോടെ തന്നെ പരാജയത്തിൻ്റെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, അതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, റിസൾട്ട് വന്നിട്ട് റിവാലുവേഷൻ വിട്ടിരിക്കുന്നവരെ, പ്രൊഫഷണൽ പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾ, അക്കാഡമിക് പരീക്ഷകളെല്ലാം, ജീവിത മുന്നേറ്റത്തിന് വേണ്ടിയും, ജീവിതം ഗതിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾ, മരവിച്ചു പോയ പോലെ അവസ്ഥകൾ, ഇനി പഠിക്കാൻ പണമില്ലാത്തവരെ, ഇനി പരീക്ഷയ്ക്ക് പണമില്ലാത്തവരെ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. ഉടവരെ ജീവിതത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നവർ, വ്യക്തികളുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടിട്ട് പാഠം പഠിപ്പിക്കുമെന്ന് ശാസിച്ചുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നവരെ, മാനസിക പീഡനം അനുഭവിക്കുന്നവരുടെ മേൽ കാരുണ്യം ഉണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാനുഷികമായ അരൂപികാലാൽ ഭയങ്കരമായ വാശികളും വൈരാഗ്യങ്ങളും മത്സരങ്ങളും ഒക്കെ ഉരുണ്ടുകൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ആധ്യാത്മിക തേജസ് തുളുമ്പി പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി മാറേണ്ടവരെ, പലതരത്തിലുള്ള വ്യാമോഹങ്ങളിലെ അഭിഷേകം നഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരെ, ഈ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിച്ച് സഭയെ നവീകരിച്ച് വിശ്വാസികളെ ശക്തിപ്പെടുത്ത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ
അഭിഷേകത്തിലെ ലോകം പ്രകാശം കാണാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഒരു നിമിഷം നിന്റെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഓൺലൈനിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെപ്പോൾ ആരാധന കൂടിയാലും ആ സമയത്ത് കൈ നെഞ്ചത്ത് വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. കാര്യം നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഉടമ്പടി നീ വച്ചിരിക്കുന്ന സഹനങ്ങൾ, സങ്കടങ്ങൾ സന്തോഷത്തിൻ്റെ സാക്ഷ്യമായി മാറാൻ വേണ്ടി നീ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കീർത്തനമാണ് 2-ാമത്തെ വാക്യം. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിലവിളിച്ചപേക്ഷിച്ചു എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ അതിർത്തി നിൽക്കുകയാണ് നമ്മൾ. ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഇനി കൈ നീട്ടാൻ ഒരാളില്ല, ഇനി കഴിക്കാനും ഒരു മരുന്നില്ല, ഇനി പോകാൻ ഒരു ആശുപത്രിയില്ല. ഇതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ എല്ലാം അവസാനത്തെ ലാസ്റ്റ് ഓപ്ഷൻ പറയില്ലേ, ചില പറയത്തില്ലേ, അച്ഛാ എനിക്ക് ഇനി വയസ്സ് തീർന്ന, ഇനി എനിക്ക് PSC എഴുതാൻ പറ്റത്തില്ല, എൻ്റെ ലാസ്റ്റ്. അതാണ് ഭൂമിയുടെ അതിർത്തി. ഇനി പരീക്ഷ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ വയസ്സ് കഴിഞ്ഞു എന്ന് പറയും. അതാണ് അതിർത്തി എന്ന് പറയുന്നത്, ഭൂമിയുടെ അതിർത്തി. ഇങ്ങനെ എല്ലാ സാധ്യതകൾ, അവസാനത്തെ സാധ്യതകൾ എന്തിനായാലും. ചില പറയും ഒരു ഇഞ്ചക്ഷനുണ്ട്, അതിന് നല്ല വിലയാണ്, അത് വാങ്ങിച്ച് അത് ഏറ്റാൽ നമ്മൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ പിന്നെ ഇനി വേറെ ഒന്നും ഭൂമിയുടെ മുകളിൽ മരുന്ന്. അതാണ് ഭൂമിയുടെ അതിർത്തി, ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഒരു വ്യക്തിയെ കണ്ട ആ ഒരു വ്യക്തിയായിരിക്കും, അയാൾ യേശു പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അതാണ് ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഭാഗോടമ്പടി തന്നെ എല്ലാവരും സന്ധിച്ച് സമാധാനപ്പെടുത്തി നിൽക്കുമ്പോൾ ഒരാൾ വട്ടം ചവിട്ടും. അതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ തീരുമാനിക്കേണ്ടത് ആ തിന്മയുടെ ഒരു ശക്തിയായിരിക്കും. അപ്പം അങ്ങനെ ലാസ്റ്റ് ഓപ്ഷൻ, അവസാനത്തെ വ്യക്തി, അവസാനത്തെ ശബ്ദം, അവസാനത്തെ സങ്കേതം, അതിനെ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ശക്തി, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന്, ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിലെ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവസാന സാധ്യതകൾ പൊളിഞ്ഞു പോകുന്ന എല്ലാ സാധ്യതകളും യേശുവിൻ്റെ നാമത്തിൽ തെളിഞ്ഞു വരട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ചിലർ അവസാനത്തെ ഒരു തരം ഒരു മെഡിക്കൽ സൊല്യൂഷനായിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ മേഖലകളും മക്കളില്ലാത്തവർ വയറ്റിൽ കൈ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശരീരത്തിൽ സിസ്റ്റുള്ളവർ അവിടെ എല്ലാം കൈകളെ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. തൈറോയിഡുകാർ, ടോൺസൈറ്റുകാർ, സ്പോണ്ടിലോസിസുകാരെല്ലാം കഴുത്തിൽ കൈപൊത്തി പ്രാർത്ഥിക്കുന്നത്. നടുവിന് വേദനയുള്ളവർ, കിഡ്നി രോഗികളും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. PCODക്കാരെ പൊക്കിളിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഉദരരോഗികൾ ഊടിൻ്റെ ഒപ്പം കൈവച്ച് പ്രാർത്ഥിക്കണം. ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾ, പാൻക്രിയാസ് രോഗികൾ നെഞ്ചും കൊണ്ട് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഹൃദയരോഗികൾ, ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ശിരസംബന്ധമായ ന്യൂറോ ട്രബിളുള്ളവർ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശക്തമായി സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, 10,000-കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം ഏറ്റു പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിടപോലെ വൈദ്യാഘാതപര ദൈവികമായ ശക്തി ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമായിക്കൊണ്ട് മരുന്ന് ലേവനമല്ല, ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രാജ്യം വിട്ടു പോയിരിക്കുന്നവരെ, വീട് വിട്ടു പോയിരിക്കുന്നവരെ,
നാട് വിട്ടു പോയിരിക്കുന്നവർ, ചിലപ്പോൾ പഠനകാര്യമാകാം, ചിലപ്പോൾ ജോലിക്കാര്യമാകാം, പല വിസ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്തവർ, അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അവരെല്ലാം വന്നിരിക്കും മക്കളെ, എത്രയും വേഗം വന്നിരിക്കും. ഈ ആരാധനയിൽ കർത്താവ് പ്രവർത്തിക്കും. ഈശോയുടെ അമ്മ മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ കുടുംബത്തിന് വേണ്ടി. നിൻ്റെ മനസ്സും നിൻ്റെ മക്കൾ ചിലപ്പോൾ നിൻ്റെ സ്നേഹം വിട്ടു പോയി കാണാം. ഒരു സ്നേഹവും കാണിക്കണില്ലാത്ത മക്കൾ അവർ നിന്നെ വിട്ടു പോയിരിക്കുകയാണ്. അവരൊക്കെ തിരിച്ചു വരും. നീ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ, നീ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്താണ്. ഇന്ന് അവർ പ്രത്യേക പ്രേമക്കുരുക്കിലും പ്രത്യേക ആന്തരികമായ അധമ ബന്ധങ്ങളിലൊക്കെ പെട്ട് അവർ കുരുങ്ങിയിരിക്കുകയാണ്. ആ കുരുക്കെല്ലാം അഴിച്ചുകൊണ്ട് അമ്മ അവരെ തിരിച്ചു കൊണ്ടുവരും. നിയമത്തിൻ്റെ ശിക്ഷ മേടിച്ച് ജീവിതം കുരുങ്ങിപ്പോയവരെ യേശുവിന്റെ നാമത്തിൽ അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. ശ്രദ്ധിക്കട്ടെ. 2 പ്രളയങ്ങള്, 2 കൊറോണ, 2 വർഷത്തെ കൊറോണ, ഇതെല്ലാം വന്ന് ജനങ്ങളുടെ സാമ്പത്തികമായി തകർന്ന് ബാങ്കിൻ്റെ പലിശ ഒരു വരുമാനം ഇല്ലാത്ത കാരണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ പാർലമെൻറ്റ് തീരുമാനം പോലും ബാങ്കിന് അനുകൂലമാണ്. ഇനി നിങ്ങൾ കോടതി പോകേണ്ട കാര്യമില്ല, ബാങ്കിന് നേരിട്ട് ജിപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾക്ക് ജനതങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ ആരാധന കണ്ണീരിടണത്. കർത്താവ് നിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കും. കർത്താവ് നിൻ്റെ കണ്ണീരിനെ ഏറ്റെടുക്കും എന്ന് ആഴമായ വിശ്വാസ ബോധ്യമുള്ളവരെ കൈവർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കണം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മേൽ കൈനീട്ടിക്കൊണ്ട് കർത്താവിൻ്റെ വചനാഭിഷേകം ഉണ്ടാകാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ അഭിഷിക്തനെ യേശുവേ നീ നോക്കി പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അങ്ങയുടെ അഭിഷിക്തനിലൂടെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലകളിലെയും യേശുവേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആഴ്ചയിൽ 3 സാക്ഷ്യങ്ങൾ ഏതാണ്ട് ഒരേ ദൈവ മനസ്സ് വെളിപ്പെടുത്തുന്ന 3 സാക്ഷ്യങ്ങളുണ്ടായി. അത് 3 സാക്ഷ്യങ്ങളുടെ ഒരു നേച്ചർ പറയാം. സാക്ഷ്യങ്ങൾ ഈ ആഴ്ചയിൽ ഒത്തിരി ഉണ്ടായി. അതല്ല, ഞാൻ 3 സാക്ഷ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ. ഏതാണ്ട് പെക്യുലറായിട്ടുള്ള ഒരേ നേച്ചർ കീപ്പ് ചെയ്യുന്ന ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് കണ്ണൂരാണ്. ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യമാണ്. ക്രിസ്റ്റി ജോസഫ് ചെറുപ്പക്കാരനാണ്. ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യം അയാൾ പറയണത്, എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ആ സാക്ഷ്യമാണ് എന്നെ വളരെ സ്പർശിച്ചത്. എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അവിശ്വാസിയൊന്നുമല്ല, പക്ഷേ എനിക്ക് ദൈവമായിട്ട് പേഴ്സണൽ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വാസ നിഷേധിയൊന്നുമല്ല. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടതാണ്, എനിക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഒരു അവയർനെസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ വന്നല്ല അദ്ദേഹം പറയണത്. ഉടമ്പടി എടുത്തപ്പോൾ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അല്ലെങ്കിൽ വളരെ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണിത്. ക്രിസ്റ്റി ജോസഫ് ഒരു മിടുക്കനായ ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നല്ല വിദ്യാഭ്യാസത്തിൽ കുതിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിനൊരു ഫ്ലോപ്പില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് 90% മാർക്ക് എല്ലാത്തിലും കൂടുതലുള്ള ആളാണ്.
അപ്പോൾ അയാൾ IELTS പഠിപ്പിക്കുന്ന ആളാണ്. IELTS പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ താനിങ്ങനെ എല്ലാത്തിനും പോകുന്ന ആളാണ്. അയാൾ അത് കണ്ടൻ്റ് ആൻഡ് കോൺഫിഡൻ്റ് ആണ്. അതാണ് പ്രശ്നം. ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നണത് മേ ബി എ ട്രാജഡി. നമ്മുടെ ഒരു ട്രാജഡി എന്ന് പറയണത് ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നണത് തന്നെയാണ്. അതുതന്നെയാണ് ധനവാനെന്ന് പറയണത്. നമ്മൾ പറയുന്ന പണക്കാരനല്ല ധനവാൻ, ബൈബിളിലെ ധനവാൻ. ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരവസ്ഥ മാനസികമായി തോന്നുന്ന ആൾക്കാർ ധനവാന്മാരാണ്. അതിനാണ് പോർ സ്പിരിറ്റ് മത്തായി ശ്ലീഹ പറയണത്, ആത്മന ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വെച്ചാൽ എനിക്കൊന്ന് വിരൽ ഞൊടിക്കണമെങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നെ കനിയണമെന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരാണ് ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് എനിക്കില്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ. അതാണ് ആധ്യാത്മികതയുടെ ആദ്യ സ്രോതസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങളൊന്നാണ് റിജോയ്സ് ആൻഡ് ഹൗസ് ഇറ്റ് സ്വീറ്റ് വിത്ത് ദ ലോർഡ്. എന്ത് മധുരമുള്ളതാണ് കർത്താവെന്ന്. കർത്താവ് ബേസിക്കലായിട്ട് ദൈവത്തിൻ്റെ രുചി എന്താണ്? മധുരമാണ്. കവർപ്പല്ല, ചവർപ്പല്ല, കയ്പല്ല. The basic taste of Jesus is sweetness. The basic taste of Jesus is not bitterness. കയ്പല്ല, കവർപ്പല്ല, ചവർപ്പല്ല. ഇറ്റ് ഈസ് സ്വീറ്റ്നെസ്, മധുരമാണ്. ദാറ്റ് മീൻസ് ദൈവ പൈതലേ, നിൻ്റെ ജീവിതം ഇപ്പോഴും ഉറ്റവർ മരിച്ചു പോയ ഒരു അവസ്ഥയാകാം, അല്ലെങ്കിൽ കടങ്ങൾ വന്നിട്ട് ജപ്തി നടപടി വന്ന അവസ്ഥയാകാം. ഇപ്പം നിനക്കത് കയ്പായിട്ട് തോന്നും. പക്ഷെ നിൻ്റെ കയ്പുകൾ മധുരത്തിലേക്കുള്ള ഒരു സാധ്യതയാണ്. ഈ കയ്പിനെ ബേസിക്കായിട്ട് അവസാനം വന്ന് നിൽക്കണ എവിടെയായിരിക്കും? മധുരത്തിലായിരിക്കും. കാര്യം ബേസിക്കായിട്ട് കർത്താവ് മധുരമാണ്. ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഈസ് ദ ലോർഡ് എന്ന് വെച്ചാൽ എത്ര മധുരമുള്ളതാണ് കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് കവർപ്പായാലും ചവർപ്പായാലും കയ്പായാലും അതെല്ലാം ക്രമേണ അവസാനിക്കാൻ പോണത് മധുരത്തിലായിരിക്കും. അതായത് സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. ഇതിന് ചില ഇംഗ്ലീഷിൽ ആണ് ഞാൻ പറഞ്ഞത്. കർത്താവ് ഹൗ സ്വീറ്റ് ഇസ് ദ ലോർഡ്, ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഇസ് ദ ലോർഡ്. അതായത് കർത്താവ് എത്ര മധുരമുള്ളവനാണെന്ന് രുചിച്ചറിയുവിൻ. അതായത് നമ്മളെ കൃപാസനത്തിന് അൾത്താറയിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നാൽ, അതായത് നീ കവർപ്പോ ചവർപ്പോ കയ്പോ ഒക്കെയാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് ഒടുവിൽ വരാൻ പോകുന്നത് മധുരത്തിലേക്കാണ്. കാരണം ബേസിക്കായിട്ട് ദൈവം മധുരമാണ്. മനസ്സിലായില്ലേ? അത് ഉറ്റവരുടെ മരണമായാലും നിൻ്റെ ജപ്തി നടപടിയായാലും പരീക്ഷയുടെ തോൽവിയായാലും നിൻ്റെ ജോലി നഷ്ടമായാലും ജപ്തി നടപടിയായാലും കറങ്ങിത്തിരിഞ്ഞ് ഇത് തിരിച്ച് മധുരത്തിലേക്ക് വരാൻ സാധ്യതയെന്ന് പറയുന്നത് അമ്മയാണ് നിന്റെ ജീവിതം മധുരിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. കർത്താവ് തന്ന ഓൺലൈൻ വ്യാഖ്യാനമാണ്. എന്താണ്? ബേസിക്കായിട്ട് ദൈവം മധുരമുള്ളവനാണെന്ന് ഞാനും കേട്ടിട്ടില്ല. ഇപ്പോഴാണ് പരിശുദ്ധാത്മ പറയുമ്പോഴാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നിട്ട് ആത്മാവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ഇപ്പോൾ കയ്പിലാണ് ജീവിക്കണത് വിചാരിച്ചോ, അല്ലെങ്കിൽ നീ ചവർപ്പിലോ കവർപ്പിലോ ആണ് ജീവിച്ചിരിക്കണത്. പക്ഷേ ഇത് ക്രമേണ വെയിറ്റ് ആൻഡ് സീ, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ബൈബിൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ചെയ്യാൻ പറയും, അതായത് നീ കാത്തിരിക്കാൻ പറയും. കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ കാത്തിരിക്കുക, ദൈവസ്നേഹത്തിൽ കാത്തിരിക്കുക, പ്രത്യാശയിൽ കാത്തിരിക്കുക. 27 സങ്കീർത്തനം 14 തിരുവചനം വായിച്ചോളൂ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ഏറ്റു പറഞ്ഞ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ.